കണ്ടില്ല കേസ് പൊടി അടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പ് ചെയ്തതാണ്. ഒരാവേശം അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആവേശം കാണിച്ച് ഇതുപോലെയുള്ള ആംപ്ലിഫയറുകൾ ചെയ്ത് വീട്ടിൽ വയ്ക്കും. പക്ഷേ 1 2 അല്ലെങ്കിൽ 3 മാസം വരെ കേൾക്കും. അതിനുശേഷം ഈ ഒരു അവസ്ഥയായിരിക്കും, പൊടി അടിച്ച് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്ത ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് ഇതൊരു 2.1 ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പെക്സിൻ്റെ B250യും അപ്പെക്സ് B500ഉം ആണ്. ബോർഡ് ഇവിടെ ചെയ്ത ബോഡി തന്നെയാണ്, ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ട്. കാര്യം അന്ന് അപ്പെക്സിൻ്റെ ബോർഡ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടാത്തൊരു കാലമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ തന്നെ വീട്ടിൽ കോപ്പർ ക്ലാഡ് വാങ്ങിച്ച് ചെയ്ത ഒരു ബോർഡാണിത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അപ്പെക്സിൻ്റെ ഈ കാണുന്ന അപ്പെക്സിൻ്റെ B500 ആണ്. ഈ കാണുന്ന ഇത് അപ്പെക്സിൻ്റെ B250 ആണ് കാണുന്നത്. ചാനലിന് വേണ്ടി 250യും സബ്വൂഫറിന് വേണ്ടി 500 ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ. പിന്നെ ഇത് AB ഇലക്ട്രോണിക്സിൻ്റെ സബിൻ്റെ ഫിൽറ്ററാണ് ഈ കാണുന്ന. പിന്നെ ഇത് സൗണ്ട്രോണിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, അടിപൊളി ബോർഡാണ് ഇത്. പിന്നെ സൗണ്ട്രോണിൻ്റെ തന്നെ റിമോട്ട് കിറ്റാണ് ഈ കാണുന്ന 2.1 5.1 ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സോണിയുടെ ഒരു ട്രാൻസ്ഫോമർ, നല്ല വലിയൊരു ട്രാൻസ്ഫോമറാണ് സോണിയുടെ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5050 ആണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ട്രാൻസ്ഫോമറുകൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കാലിളകിപ്പോയി, അങ്ങനെ ഞാൻ അടുത്ത് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് മൊത്തം തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു, ഈ തടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹമ്മിങ് ഇഷ്യൂ വരുമോ, ഹമ്മിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. പക്ഷേ ഇതിന് നിലവിൽ ഒരു ഹമ്മിങ് ഇഷ്യൂവും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു കോപ്പർ ക്ലാഡോ അല്ലെങ്കിൽ കോപ്പർ ഷീറ്റോ ഒന്നും വെച്ചിട്ടൊന്നും അതിനൊരു ഷീൽഡ് മൊത്തത്തിലൊരു എർത്തിങ് അങ്ങനെ സാധാരണ നോർമൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇതിന് ഒരു തരത്തിലുള്ള നോയ്സും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷമായിട്ട് എടുത്ത് വെറുതെ കട്ടിലിൻ്റെ അടി വെച്ചിരിക്കുകയാണ്. ഉപയോഗിക്കാനുള്ള സമയമോ ഒന്നുമില്ല. കാര്യം നമ്മളെല്ലാവരും ഇതുപോലെ തന്നെയാണ്, ഒരുപാട് ക്യാഷ് എടുത്ത് മുടക്കും. പക്ഷേ 1 2 മാസം നമ്മൾ പാട്ട് കേൾക്കും. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ കണ്ടുപിടിക്കുക, അവർക്ക് പൈസ കൊടുത്ത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഇതുപോലത്തെ ആംപ്ലിഫയറുകളൊക്കെ ചെയ്തു വയ്ക്കും. പക്ഷേ നമ്മൾ 1 2 മാസം ഉപയോഗിച്ചിട്ട് പിന്നെ ഈ ഒരു അവസ്ഥയിൽ വെറുതെ എടുത്ത് വീട്ടിൻ്റെ അടിയിൽ വെച്ചേക്കും. കട്ടിലിൻ്റെ അടിയിലോ അലമാരയിലോ തട്ടിൻ്റെ മുകളിലോ വെച്ചേക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടേബിളിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഇത് പൊടിയടിച്ച് അങ്ങിരിക്കുക അവസ്ഥ. എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ റാസ്ബെറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റാസ്ബെറിയൊക്കെ വെച്ചിട്ട് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനെ ഇനി പൊടി അടിച്ചെടുത്ത് ഒന്ന് വർക്കിംഗ് കണ്ടീഷനാക്കി വയ്ക്കണം. കാര്യം ഇതിലുള്ള TLA-72ൻ്റെ ഒക്കെ ഓപ്പാം ബേസിക്ക് ഞാൻ വേറെ പരീക്ഷണങ്ങൾക്ക് വലിച്ചിളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഓണാക്കാതെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇത് ഓണാവും, പക്ക വർക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്, ഈ ഫാനെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഹീറ്റ് ആവുന്നതിനനുസരിച്ച് മാത്രം കറങ്ങുന്ന ഒരു സർക്യൂട്ട് നമ്മൾ അർഡിനോ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പവർ സപ്ലൈ, അപ്പം അങ്ങനെയൊക്കെയാണ് ഈ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പവർ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ആമ്പ് ചെയ്തു വെച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തോ പിന്നീട് നമുക്കൊരു ഇൻട്രസ്റ്റ് മാറും ഇതിൻ്റെയൊക്കെ. അങ്ങനെ ഇൻട്രസ്റ്റ് മാറിയിട്ട് വെച്ചതാണ്. ഇനി എന്തായാലും ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഇനി എന്തായാലും ഇതൊന്ന് പൊടി കെട്ടിയെടുത്ത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണം എന്തായാലും. ഓക്കെ.